മലബാർ ദേവസ്വം ബോർഡിലെ സ്വർണ്ണക്കൊള്ളയിൽ പോലീസിനെതിരെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യും. സ്വർണം മോഷണം പോയ സംഭവത്തിൽ ക്ഷേത്ര കമ്മിറ്റികൾ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല എന്നാണ് പരാതി. അതേസമയം ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ ടി വിനോദിനെ ഇതുവരെ പിടികൂടാനുമായിട്ടില്ല. ഇംതിയാസ് കരീമുണ്ട് വിവരങ്ങൾ നൽകാനായി. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമ്പോഴും സ്വർണ്ണക്കൊള്ള പലതരത്തിൽ പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമെന്നാണല്ലോ പറയുന്നത്. എന്താണ് ഇതിനെതിരെ യാതൊരു നടപടികളും ഉണ്ടാവാത്തത്? പൊടി പോലും കണ്ടുപിടിക്കാനില്ല ഇത് മോഷ്ടാവിന്റെ, അല്ലേ? മോഷണം പോയിട്ടുള്ളത്. അതിൽ ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിൽ നിന്ന് മാത്രം 20 പവൻ സ്വർണം മോഷണം പോവുകയും ചെയ്തിട്ടുണ്ട്. അത് വലിയ വാർത്തയാണ്. മാതൃഭൂമി ന്യൂസാണ് ആ വാർത്തയൊക്കെ പുറത്തു കൊണ്ടുവന്നത്. എന്നാൽ അതിന് പിന്നാലെ അത് വളരെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. അങ്ങനെയാണ് അത് പരാതിയുമായിട്ട് പോലീസിൽ പോകുമ്പോൾ പോലീസ് ബാലുശ്ശേരി കോട്ടയുമായി ബന്ധപ്പെട്ട കേസിൽ FIR ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ മറ്റു പല കേസുകളിലും, അതായത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കൊയിലാണ്ടിയിലെ, നടുവത്തൂരിലെ, പേരാമ്പ്രയിലൊക്കെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് സമാനമായ രീതിയിൽ തന്നെ സ്വർണം മോഷണം പോയിട്ടുണ്ട്. അതിന്റെ കസ്റ്റോഡിയൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. അതിന്റെ ഉത്തരവാദിത്തം അതിന്റെ മുൻപ് വന്ന എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കൊക്കെ ഉള്ളതാണ്. പക്ഷേ അതിലൊന്നും പോലീസ് നടപടി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാൻ ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്ര കമ്മിറ്റികൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. BNS 175 പ്രകാരം അങ്ങനെ നടപടി എടുക്കാത്ത സാഹചര്യത്തിൽ പോലീസിനെതിരെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകാൻ ഇവർ ഉദ്ദേശിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം മലപ്പുറം തൃപ്പങ്ങോട്ട് ക്ഷേത്രത്തിൽ നിന്ന് സമാനമായി 45 പവൻ സ്വർണം മോഷണം പോയ സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അത് 2023 നടന്ന സംഭവമാണ്. അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം വരുന്ന സമയത്താണ് അതിന്റെ ഗൗരവതരമായ കാര്യങ്ങളടക്കം പുറത്തു വരുന്നത്. പക്ഷേ ഇതിൽ ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻ ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ടി വിനോദിനെ ഇതുവരെ പോലീസിന് പിടികൂടാനായിട്ടില്ല. വിനോദിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ വിനോദ് എവിടെ പോയി? വിനോദ് എവിടെയാണുള്ളതെന്ന കാര്യത്തിലൊന്നും പോലീസിന് ഇതുവരെ ഒരു നീക്കവും നടത്താൻ സാധിച്ചിട്ടില്ല. ഒന്നെങ്കിൽ വിനോദിന്റെ മൊബൈൽ ഫോൺ അടക്കം ട്രേസ് ചെയ്തുള്ള അന്വേഷണം നടത്താമായിരുന്നു, അതല്ലെങ്കിൽ വിനോദ് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അന്വേഷണം നടത്താമായിരുന്നു. ആ തരത്തിൽ വിനോദിനെ ഒന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലും പോലീസിനായിട്ടില്ല. പോലീസിനോട് അന്വേഷിക്കുമ്പോൾ പറയുന്നത് ചെന്നൈയിലുള്ള ഇവരുടെ ബന്ധു വീട്ടിലടക്കം ഞങ്ങൾ അന്വേഷിച്ചിരുന്നു, പക്ഷെ അവിടെയൊന്നും വിനോദിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു കാര്യവും പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും മാസങ്ങൾ പിന്നിടുമ്പോഴും ഇതിലൊന്നും ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. അത് പ്രകാരമാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ഷിബുവിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സ്വകാര്യ അന്യായം ഫയൽ ചെയ്ത നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ മലബാർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി.